ഹായ് എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന BNSൻ്റെ 5ാമത്തെ മോക്ക് ടെസ്റ്റാണ്. ഓൾറെഡി 4 മോക്ക് ടെസ്റ്റ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. കാരണം കണ്ടിന്യൂസ് ആണ്. ഓരോ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓരോ സെക്ഷനിലും വരുന്ന മാക്സിമം ചോദ്യങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോയും മിസ്സാക്കാതെ കണ്ടിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. BNS സെക്ഷൻ 80 പ്രകാരം സ്ത്രീധന മരണം ആയി കണക്കാക്കുന്നതിനെ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ സ്വാഭാവിക സാഹചര്യങ്ങളില്ലാതെ മരണപ്പെട്ടിരിക്കണം? എത്രയാണ്? ഓപ്ഷൻ ബി 7 വർഷം. അല്ലേ? എല്ലാവർക്കും അറിയുന്നൊരു ചോദ്യമായിരിക്കും ഇതില്ലേ. അപ്പോൾ സെക്ഷൻ 80 ആണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? സ്ത്രീധന മരണത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 80 ആണ്. ഓക്കെ അല്ലേ? സെക്ഷൻ 80 ആണ് സ്ത്രീധന മരണത്തെക്കുറിച്ച് പറയുന്നത്. അതായത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ട് സ്വാഭാവിക സാഹചര്യങ്ങളില്ലാതെ മരണപ്പെടുകയാണെങ്കിൽ അതെന്തായി? സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാം. ഓക്കെ, അതുപോലെ തന്നെ സ്ത്രീധന മരണത്തിൻ്റെ കുറ്റക്കാരനായി വരുന്നത് ആരൊക്കെയാണ്? ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ആയിരിക്കും. സ്ത്രീധന മരണത്തിനുള്ള ശിക്ഷ എത്രയാണ്? 7 വർഷമാണ്. അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സ്ത്രീധന മരണം എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 80 ആണ് സ്ത്രീധന മരണം എന്ന് ഓർത്തു വെച്ചേക്കുക. ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷമാണെന്ന് ഓർത്തു വെച്ചേക്കുക. 7 വർഷത്തിൻ്റെ ഉള്ളിൽ മരണപ്പെടുകയും വേണം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. BNS സെക്ഷൻ 80 പ്രകാരം സ്ത്രീധന മരണത്തിന് കാരണമാകുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? എത്ര വർഷമാണ് സ്ത്രീധന മരണത്തിന് ലഭിക്കാവുന്ന ശിക്ഷ? 7 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെയാകാവുന്നതുമായ തടവാണ് അല്ലേ? ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ചോദ്യം. നിയമാനുസൃത വിവാഹം എന്ന വിശ്വാസത്തെ വഞ്ചനപൂർവ്വം കബളിപ്പിച്ച് ഒരു സ്ത്രീയെ ലൈംഗിക ബന്ധത്തിനോ സഹവാസത്തിനോ ഏർപ്പെടുത്തുന്ന പുരുഷനെ സെക്ഷൻ 81 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ഡി 10 വർഷം വരെ തടവും പിഴയുമാണ്. അപ്പോൾ ഏതാണ് സെക്ഷൻ 81? സെക്ഷൻ 81 എന്താണ് പറയുന്നത്? സെക്ഷൻ 81 പറയുന്നത് വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീയെ എങ്ങനെ കബളിപ്പിച്ച് ആ പുരുഷൻ സഹവസിക്കുകയോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 81 പറയുന്നത്. ശിക്ഷ എത്രയാണ്? 10 വർഷമാണ് ശിക്ഷ. ഓക്കെ അല്ലേ? 10 വർഷം അല്ലെങ്കിൽ തടവും പിഴയും. ഓക്കെ, 10 വർഷം തടവും പിഴയും ലഭിക്കും. ഓക്കെ അല്ലേ? സെക്ഷൻ 81 മോക്ക് മാരേജ് എന്ന് ഓർത്തു വെക്കുക. നാലാമത്തെ ചോദ്യം. ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വീണ്ടും വിവാഹം കഴിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS 2023 വകുപ്പ് ഏതാണ്? ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വീണ്ടും വിവാഹം കഴിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി വകുപ്പ് 82 ആണ് അല്ലേ? ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? 80 അതെന്താണ്? സ്ത്രീധന മരണമാണ് അല്ലേ? അപ്പം അതല്ല, ഇത് സ്ത്രീധന മരണമാണ്. വകുപ്പ് 81 ആണ് എന്താണ്? സ്ത്രീയെ വിവാഹം കഴിപ്പിക്കും അല്ലെങ്കിൽ കബളിപ്പിച്ചിട്ട് സഹവസിക്കുക അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതിനെക്കുറിച്ചാണ് 81 പറയുന്നത്. 63 എന്താണ്? റേപ്പാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 82 ആണ് ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വീണ്ടും വിവാഹം കഴിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? 82 പഠിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 82 1 ഉണ്ട്, അതുപോലെ തന്നെ ഉപവകുപ്പ് 82 2 ഉണ്ട്. 82 1 എന്ന് പറയുന്നത് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു വിവാഹം കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷമാണ്. അതുപോലെ തന്നെ ആദ്യം കഴിച്ച വിവാഹം ക്യാൻസൽ ആവുകയും ചെയ്യും. ഓക്കെ അല്ലേ? എന്നാൽ ഇത് മറച്ചുവെച്ച്, അത് മുൻ വിവാഹം മറച്ചു വെച്ചുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അവിടെ ശിക്ഷ 10 വർഷമായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പഠിക്കാനുള്ളത്. 82 1 ഉണ്ട്, 82 2 ഉണ്ട്. 82 1 എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ 7 വർഷം ശിക്ഷ ലഭിക്കും. അതുപോലെ തന്നെ 82 2 ആണെങ്കിൽ എന്താണ്? മറച്ചു വെച്ചുകൊണ്ട്, മുൻ വിവാഹം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് ശിക്ഷയെക്കുറിച്ചാണ് 82 2 പറയുന്നത്. അതിൻ്റെ ശിക്ഷ കുറച്ചും കൂടി കൂടിയതാണ്. എത്രയാണ്? 10 വർഷമാണ്. ഓക്കെ അല്ലേ? അഞ്ചാമത്തെ ചോദ്യം നോക്കാം.
BNS സെക്ഷൻ 86 പ്രകാരം താഴെ പറയുന്നവയിൽ എന്താണ് ക്രൂരത എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന മനഃപൂർവമായ പെരുമാറ്റം, സ്ത്രീയുടെ മാനസികമോ ശാരീരികമോ ആയ ആരോഗ്യത്തിന് ഗുരുതരമായ പരിക്കോ അപകടമോ ഉണ്ടാക്കുന്ന പെരുമാറ്റം, നിയമവിരുദ്ധമായി സ്വത്തോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ആവശ്യപ്പെട്ട് സ്ത്രീയെ ഉപദ്രവിക്കുന്നത്. ഈ മൂന്നും എന്താണ്? ക്രൂരത എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താണ് മുകളിൽ പറഞ്ഞവയെല്ലാം? ഓപ്ഷൻ ഡി ആണ് അല്ലേ. അപ്പോൾ സെക്ഷൻ 86 എന്തിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നു? സെക്ഷൻ 86 എന്തിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നു? ക്രൂരതയെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് ഏതാണ് സെക്ഷനാണ്? 86. BNS സെക്ഷൻ 86 ക്രൂരതയെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നു. ആറാമത്തെ ചോദ്യം, ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഗർഭം അലസിപ്പിക്കുന്ന കുറ്റത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 88 പ്രകാരം താഴെ പറയുന്നവരിൽ ആരെല്ലാമാണ് ഈ വകുപ്പിന്റെ പരിധിയിൽ വരുന്നത്? ഓക്കെ, ആരൊക്കെയാണ്? ഒന്നാമത്തത് ഓപ്ഷൻ എ, ഗർഭം അലസിപ്പിക്കുന്ന പുറത്തുനിന്നുള്ള വ്യക്തി മാത്രം. ഓപ്ഷൻ ബി, ഗർഭം സ്വയം അലസിപ്പിക്കുന്ന സ്ത്രീ മാത്രം. ഓപ്ഷൻ സി, ഗർഭം അലസിപ്പിക്കുന്ന വ്യക്തിയും അതിന് വിധേയമാകുന്ന സ്ത്രീയും. ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും അല്ലേ. ആ വ്യക്തിയും ഉണ്ടായിരിക്കും ആ സ്ത്രീയും ഉണ്ടായിരിക്കും ഗർഭം അലസിപ്പിക്കുന്നതിന് പരിധിയിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ സെക്ഷൻ 88 എന്തിനെ കുറിച്ച് പറയുന്നു? ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഓക്കെ അല്ലേ. സെക്ഷൻ 88 എന്തിനെ കുറിച്ച് പറയുന്നു? ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതിനുള്ള ശിക്ഷ എന്താണ്? ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള ശിക്ഷ സെക്ഷൻ 88 ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതിനുള്ള ശിക്ഷ എത്രയാണ്? 3 വർഷമാണ് അല്ലേ. 3 വർഷമാണ് ശിക്ഷ. എന്നാൽ ഗർഭം അലസിപ്പിക്കുന്ന സമയത്ത് ആ ശിശുവിന് ചലനമുണ്ടെങ്കിൽ എത്രയായിരിക്കും ശിക്ഷ? 7 വർഷത്തോളമാകുന്ന കാലത്തേക്ക് തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും അല്ലേ. ചലനം ഉണ്ടെങ്കിൽ 7 വർഷമായിരിക്കും ശിക്ഷ. നോർമലായിട്ട് ഗർഭം അലസിപ്പിക്കുന്ന വ്യക്തിക്ക് എത്രയായിരിക്കും? 3 വർഷമാണ്. എന്നാൽ ഗർഭം അലസിപ്പിക്കുന്ന സമയത്ത് ആ ശിശുവിന് ചലനമുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ 7 വർഷത്തോളമാകും. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്ഷൻ 87. നമ്മൾ 86 പറഞ്ഞു, അതുപോലെ തന്നെ 88 പറഞ്ഞു. 87 പറഞ്ഞിട്ടില്ല. 87 എന്തായിരിക്കും? 87 പറയുന്നത് ഒരു സ്ത്രീയെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചുകൊണ്ട് അപഹരിക്കുന്നത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നത് കുറിച്ചാണ് സെക്ഷൻ 87 പറയുന്നത്. അതായത് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് വേണ്ടിയിട്ട് ആ സ്ത്രീയെ നിർബന്ധിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോകുക, അപഹരിക്കുക, അതിനെക്കുറിച്ചാണ് സെക്ഷൻ 87 പറയുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് സെക്ഷൻ 87 പറയുന്നത്? സെക്ഷൻ 87 പറയുന്നത് തട്ടിക്കൊണ്ടുപോകൽ, വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോകൽ ഓർത്തു വെക്കുക. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷയും അതുപോലെ തന്നെ പിഴ ശിക്ഷയും ലഭിക്കും. അപ്പോൾ 86 പഠിച്ചു, 87 പഠിച്ചു, 88 പഠിച്ചു. 86 എന്താണ്? ക്രൂരതയെ കുറിച്ചാണ് പറയുന്നത്. 87 തട്ടിക്കൊണ്ടുപോകൽ, വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോകുന്നത്. 88 ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ച്. ഗർഭം അലസിപ്പിക്കുന്നതിന് 2 കണ്ടീഷൻ ഉണ്ട്, ഓർക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയല്ലാതെ സ്ത്രീയുടെ മനഃപൂർവ്വം അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും എത്രയാണ്? 3 വർഷം. അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഗർഭം അലസിപ്പിക്കുന്ന സമയത്ത് കുട്ടിക്ക് അല്ലെങ്കിൽ ശിശുവിന് ചലനമുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ മാറും. എത്രയായിരിക്കും? 7 വർഷം വരെ ആയിരിക്കും. ഓക്കെ, ഈ 2 കാര്യങ്ങളും അതിൻ്റെ ഒപ്പം ശിക്ഷയായിട്ട് ഓർത്തു വെക്കണം. ഗർഭം അലസിപ്പിക്കൽ സെക്ഷൻ 88. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം, ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിന് ഒരു വ്യക്തി BNS സെക്ഷൻ 89 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിന് ഒരു വ്യക്തിക്ക് BNS സെക്ഷൻ 89 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. ഓക്കെ അല്ലേ. അപ്പൊ സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS 2023 വകുപ്പ് ഏതാണ്? സെക്ഷൻ 89. BNS സെക്ഷൻ 89. നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, ഏതാണ് 86 ഇമ്പോർട്ടൻ്റ് ക്രൂരതയെക്കുറിച്ചുള്ള നിർവചനമാണ് അല്ലേ. പിന്നെ 87 എന്താണ്? തട്ടിക്കൊണ്ടുപോവുക, വിവാഹം നിർബന്ധിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോകല്, തട്ടിക്കൊണ്ടുപോകൽ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ 88 ഗർഭം അലസിപ്പിക്കലാണ്. ഓക്കെ, ഗർഭം അലസിപ്പിക്കലാണ്. അതുപോലെ തന്നെ 89 പഠിച്ചു, എന്താണ്? സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അല്ലേ. സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെ കുറിച്ചാണ് 89 പറയുന്നത്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഏതാണ്? 80 സ്ത്രീധന മരണം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെച്ചേക്കുക. സ്ത്രീധന മരണം ഇമ്പോർട്ടൻ്റ് ആണ്. 80 സെക്ഷൻ 80. എട്ടാമത്തെ ചോദ്യം നോക്കാം. BNS സെക്ഷൻ 93 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടിയെ ഉപേക്ഷിക്കുന്നതാണ് മാതാപിതാക്കൾക്കെതിരെയോ പരിപാലിക്കുന്നവർക്കെതിരെയോ കുറ്റകരമാകുന്നത്? BNS സെക്ഷൻ 93 പ്രകാരം എത്ര വയസ്സിന് താഴെ ഉള്ള കുട്ടിയെ ഉപേക്ഷിക്കുന്നതാണ് മാതാപിതാക്കൾക്കെതിരെയോ പരിപാലിക്കുന്നവർക്കെതിരെയോ കുറ്റകരമാകുന്നത്? എത്രയാണ്? സെക്ഷൻ 93 ഓർക്കാൻ എളുപ്പ വഴിയുണ്ട്. എങ്ങനെയറിയോ? 9ഉം 3ഉം കൂട്ടിയാൽ എത്രയാണ്? 12. കണ്ടോ, 12 വയസ്സ്. ഇതാണ് അതിൻ്റെ ആൻസർ. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ മാതാപിതാക്കളോ അല്ലെങ്കിൽ പരിപാലിക്കുന്ന വ്യക്തിയോ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 93 പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷമാണ്. അങ്ങനെ ചെയ്താൽ 7 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. ഓക്കെ അല്ലേ? 93 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ മാതാപിതാക്കളോ അല്ലെങ്കിൽ പരിപാലിക്കുന്ന ഏതെങ്കിലും വ്യക്തിയോ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 93 പറയുന്നത്. അങ്ങനെ ഉപേക്ഷിച്ചാൽ എന്ത് ലഭിക്കും? 7 വർഷം വരെ തടവോ പിഴയും ലഭിക്കും. ഓക്കെ അല്ലേ? അതുപോലെ സെക്ഷൻ 90 ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 90 എന്താ പറയുന്നത്? സെക്ഷൻ 90 പറയുന്നത് ഗർഭം അലസിപ്പിക്കുന്ന സമയത്ത് മരണം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 90 പറയുന്നത്. ഗർഭം അലസിപ്പിക്കുന്ന സമയത്തിനിടയിൽ മരണം സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ മരണം സംഭവിച്ചാൽ ലഭിക്കുന്നത് എത്രയാണ്? സ്ത്രീ മരണം സംഭവിച്ചാൽ 10 വർഷം വരെ തടവ് ലഭിക്കും, തടവും പിഴയും ലഭിക്കും. അതുപോലെ തന്നെ അത് സ്ത്രീ അറിയാതെ ആണെങ്കിൽ, ഓക്കെ, സ്ത്രീ സമ്മതം കൂടാതെ ആണെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ അത് ജീവപര്യന്തം വരെ തടവ് ലഭിക്കും. ഓക്കെ അല്ലേ? അപ്പൊ സെക്ഷൻ 90 പറയുന്നത് ഗർഭം അലസിപ്പിക്കുന്നതിനിടയിൽ സ്ത്രീക്ക് മരണം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ 90. ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും ലഭിക്കും. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ സമ്മതം കൂടാതെയാണ് ഗർഭം അലസിപ്പിക്കുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അതിന് ജീവപര്യന്തം വരെ തടവും ലഭിക്കും. 9ാമത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്നവ ശരിയായി ജോഡി ചേർക്കുക. ഓക്കെ അല്ലേ? പട്ടിക 1 തന്നിട്ടുണ്ട്, പട്ടിക 2 തന്നിട്ടുണ്ട്. പട്ടിക 1 എന്ന് പറയുന്നത് സെക്ഷൻസ് ആണ്. പട്ടിക 2 എന്ന് പറയുന്നത് എന്താണ് പ്രതിപാദിക്കുന്ന വിഷയമാണ്. ഓക്കെ, സെക്ഷൻ 80 എന്താണ്? നമ്മൾ പഠിച്ചു. സെക്ഷൻ 80 എന്താണ്? സ്ത്രീധന മരണമാണ്. സെക്ഷൻ 81 അതും നമ്മൾ പഠിച്ചു. എന്താണ്? കബളിപ്പിച്ചുകൊണ്ടുണ്ടാകുന്ന സഹവാസം. സെക്ഷൻ 85 എന്താണ്? ഭർത്താവോ ബന്ധുക്കളോ നടത്തുന്ന ക്രൂരതയാണ് പറയുന്നത്. സെക്ഷൻ 88 ഗർഭം അലസിപ്പിക്കൽ. അപ്പൊ ഏതാണ് വരുന്നത്? A 3ലോട്ട് പോകണം. ഓക്കെ, പിന്നെ B 4ലോട്ട്, C 1ലോട്ട്, D 2ലോട്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ A ആണ് ശരിയായത്. അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം. BNS സെക്ഷൻ 94 പ്രകാരം ഒരു കുട്ടിയുടെ ഡെഡ് ബോഡി രഹസ്യമായി നിക്ഷേപിച്ചുകൊണ്ട് ജനനം മറച്ചുവെക്കാൻ ശ്രമിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ B 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഓക്കെ, സെക്ഷൻ 94 എന്താണ് പറയുന്നത്? ഒരു കുട്ടിയുടെ ഡെഡ് ബോഡി എന്താണ്? രഹസ്യമായി നിക്ഷേപിച്ചുകൊണ്ട് ജനനം മറച്ചുവെക്കലിനെ കുറിച്ചാണ് പറയുന്നത്. ശിക്ഷ എത്രയാണ്? 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും. 11ാമത്തെ ചോദ്യം. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായിട്ട് അത് ലൈംഗികമായിട്ടോ അല്ലെങ്കിൽ ചൂഷണം, അശ്ലീലതയോ ഉൾപ്പെടെ ഒരു കുട്ടിയെ നിയമിക്കുകയോ ജോലിക്കെടുക്കുകയോ
പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നയാൾക്ക് സെക്ഷൻ 95 പ്രകാരം ലഭിക്കുന്ന ചുരുങ്ങിയ ശിക്ഷ എത്രയാണ്? 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 10 വർഷം വരെയാകാവുന്നതുമായ തടവാണ്. 12ാമത്തെ ചോദ്യം, BNS സെക്ഷൻ 97 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടിയെയാണ് അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും മോഷ്ടിക്കണം ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോകുന്നത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായി കണക്കാക്കുന്നത്? എത്ര വയസ്സിന് താഴെയുള്ള കുട്ടിയെയാണ് അതിൻ്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോകുന്നത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായി മാറുന്നത്? എത്ര വയസ്സിന് താഴെയാണ്? സെക്ഷൻ 97 പറയുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടിയെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കുമ്പോഴാണ് കുറ്റകരമാകുന്നത്. എത്ര വയസ്സാണ്? ഓപ്ഷൻ ബി 10 വയസ്സാണ് അല്ലേ. 3ാമത്തെ ചോദ്യം, കുട്ടികളെ ലൈംഗിക ചൂഷണത്തിനോ അശ്ലീലതയ്ക്കോ വേണ്ടി ഉപയോഗിക്കുന്നത് BNS-ലെ ഏത് വകുപ്പിൻ്റെ പരിധിയിലാണ് വ്യക്തമാക്കുന്നത്? ഏതാണ്? നമ്മൾ പറഞ്ഞു അതിൻ്റെ കുറ്റകൃത്യം അല്ലെങ്കിൽ ശിക്ഷ എത്രയാണെന്ന് ഇപ്പോൾ നമ്മൾ 2 ചോദ്യം മുന്നേ പറഞ്ഞു. എത്രയായിരുന്നു? ഏതാണ് സെക്ഷൻ? ഓപ്ഷൻ ബി 95 ആണ്. ശിക്ഷ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3 വർഷം ടു 10 വർഷമായിരുന്നു അല്ലേ. 3 വർഷം മുതൽ 10 വർഷം വരെ ആകാവുന്ന തടവാണ് കുട്ടികളെ ലൈംഗിക ചൂഷണത്തിനോ അല്ലെങ്കിൽ അശ്ലീലതയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചാൽ BNS സെക്ഷൻ 95 പ്രകാരം ലഭിക്കുന്നത് 3 വർഷം മുതൽ 10 വർഷം വരെയാണെന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ മോക്ക് ടെസ്റ്റ് വരും. എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. ഓരോ മോക്ക് ടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കും ഇംഗ്ലീഷും മലയാളം മാത്സും നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ നിന്നാണ് അതാണ് നമ്മുടെ കോർ ഏരിയ. കാരണം 50 മാർക്കാണ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക. പിന്നെ GK ടോപ്പിക്സും കാര്യങ്ങളും PYക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. അപ്പോൾ ബാക്കി മാർക്ക് അതിൽ നിന്നും കിട്ടും. അങ്ങനെ ഷുവറായിട്ടും ഒരു 60ൻ്റെ മുകളിലേക്ക് വാങ്ങാൻ ശ്രമിക്കുക.